ഹലോ, ഈ പത്മനാഭൻ പുളിമറ്റത്തിൽ വിളക്കുമാടം, ഈ അഡ്രസ് അറിയുമോ? ആ അത് നമ്മുടെ പത്മനാഭൻ ചേട്ടൻ. ഒരു 10-75 വയസ്സുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളല്ലേ? ആ പത്മനാഭൻ ചേട്ടൻ എനിക്ക് അറിയാവുന്നതാന്നേ. ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളതാണ്. എനിക്ക് ആ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് വേണം. ലൊക്കേഷനോ? നിങ്ങളാരാ വിളിക്കുന്നത്? ഞാൻ ആ പത്മനാഭൻ്റെ മകനാണ്. എടാ ബിജു, നമുക്ക് ആ പത്മനാഭൻ ചേട്ടൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം. വേഗം വാ. താൻ സ്കൂട്ടർ എടുക്കാതെയാണോ വന്നത്? സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ. ഇനി ആ കുന്ന് മുഴുവൻ നടന്നു കയറണ്ടേ? ഇപ്പോഴെന്താ പത്മനാഭൻ ഞാൻ അങ്ങോട്ട് പോയി കാണുന്നേ? പുള്ളി എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടാൽ പോരെ. അതിനുള്ള സാവകാശമൊന്നുമില്ലടോ. അയാളുടെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ ജയിലിൽ പോയിട്ട് കുറെ കാലം ആയില്ലേ? ഇതുവരെ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നോ? 10-12 വർഷം കൂടി ഇപ്പോഴാണ് അവൻ പുറലോകം കാണുന്നത്. ഇടയ്ക്ക് ജാമ്യം പോലും കിട്ടിയില്ലായിരുന്നോ? അവനൊക്കെ ജാമ്യം കിട്ടാനോ? സ്വന്തം അമ്മയും സഹോദരിയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊന്നിട്ട് ജയിലിൽ പോയാനാണ്. പോരാത്തതിന് കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ വെച്ചാ അവൻ അവരോട് വിളിച്ചു പറഞ്ഞത് ജയിലിൽ നിന്നിറങ്ങി അന്ന് തന്നെ കൂടി കൊല്ലുമെന്ന്. പിന്നെ അവൻ ആര് ജാമ്യം കൊടുക്കാനാണ്? ആ നമുക്കിതിലേ അങ്ങ് കയറാം. എന്നാലും ഈ കാർന്നവര് ഒളിച്ചു താമസിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ വന്നല്ലോ. എടോ, ഈ നാട്ടുകാർ പറയുന്ന പോലെ പത്മനാഭൻ ചേട്ടൻ ഇവിടെ ഒളിച്ചു താമസിക്കാൻ വന്നതല്ല. സ്വന്തം ഭാര്യയും മകളെയും പച്ചക്കിട്ട് കത്തിച്ച വീട്ടില് എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിയുക? അതിനാണ് ഇത്രയും ദൂരം പറഞ്ഞോ? ഇവിടെയാണ് പുള്ളിക്ക് സഹായത്തിന് പോലും ഒരാളില്ല. അങ്ങനെ പറയാതെ ബിജു, സഹായത്തിന് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? വീട് തുറന്നു കിടക്കുക, അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പത്മനാഭൻ ചേട്ടോ, പത്മനാഭൻ ചേട്ടാ, പത്മനാഭൻ ചേട്ടോ. ആരിത്? സ്റ്റീഫനോ? കുന്നുകയറി ഇവിടെ വരാൻ? തെരഞ്ഞെടുപ്പൊന്നും ആയില്ലല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കണ്ടതാ. ആരാ കൂടെയുള്ളത്? എന്താ സ്റ്റീഫ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സജീവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ചേട്ടൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം. കുറച്ച് ദിവസത്തേന് മതി. അവൻ ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പം അവൻ്റെ മനസ്സ് ശാന്തമാവും. ഞാൻ എങ്ങോട്ടുമില്ല. എനിക്കൊരു ബന്ധുവെന്ന് പറയാൻ അവൻ മാത്രമല്ലേ ഉള്ളൂ. അവൻ വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടവനല്ലേ ഞാൻ. അവൻ കോടതി പരാതിയിൽ വെച്ച് പറഞ്ഞതൊക്കെ ചേട്ടൻ മറന്നോ? അവൻ എന്നെ കൊല്ലുന്നെങ്കിലേ കൊല്ലട്ടോ. അങ്ങനെയെങ്കിലും ഈ നരകം പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ. എന്നാലും അപ്പനെ കൊന്ന ശാപം കൂടി എന്റെ കുഞ്ഞിന്റെ തലേ വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോകാനാണോ പറഞ്ഞത്? തൽക്കാലം ഒന്ന് മാറി നിൽക്കണം. ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളോട് പറഞ്ഞ് ഞാൻ മടുത്തു. സ്റ്റീഫ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം. എന്റെ പൊന്ന് ചേട്ടാ, നീ വന്നേ, വാ, ഇങ്ങ് വാ. ഇയാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് 10-12 വർഷമായില്ലേ? ഇപ്പോൾ അയാളുടെ മനസ്സൊക്കെ മാറി കാണത്തില്ലേ? അതങ്ങനെ മാറുന്ന മനസ്സൊന്നുമല്ലടേ. ഇയാൾ അയാളെ കാണാൻ പലതവണ ജയിലിൽ ചെന്നിട്ടുണ്ട്. അന്നൊക്കെ അവൻ അവിടെ കിടന്ന് വയലൻ്റായി. 2 വർഷം മുന്നേ അവനെ കാണാൻ ചെന്നപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ അന്ന് തന്നെ കൊല്ലുമെന്നും പറഞ്ഞ അവൻ വിട്ടത്. അവൻ മരുന്ന് അന്ന് തന്നെ
അയാളെ കൊല്ലുവോ? ആരെ? നിങ്ങളുടെ കൂട്ടുകാരനെ. എൻ്റെ പൊന്നു ചേട്ടാ, അത് നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. അവർക്കിടയിൽ യാതൊരു വിഷയങ്ങളും ഇല്ല. ഇതാ നിങ്ങൾ പറഞ്ഞ സ്ഥലം. ആളെ എനിക്ക് വലിയ പരിചയമില്ല. ഇവിടെ ആരോടെങ്കിലും തിരക്കിയാൽ മതി. എന്നാ എൻ്റെ നമ്പർ ഓട്ടം വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതെ, ഒരു പത്മനാഭൻ. സജീവ, 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 ഇല്ല. സജീവ, ദൈവത്തെ ഓർത്ത പാപത്തിന് ഒന്നും ചെയ്യരുത്. തനിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞു എന്നുള്ളത് ശരിയാ. അങ്ങനെ ഒരു തെറ്റല്ലേ ആ പാപം ചെയ്തിട്ടുള്ളൂ. സ്വന്തം ഭാര്യ മകളെ കൊന്നവനെതിരെ കോടതി സാക്ഷി പറഞ്ഞ അത്ര വലിയ തെറ്റൊന്നും അല്ലടോ. എന്നാ സജീവൻ പോ. തന്നെ എനിക്ക് കൊല്ലാൻ താല്പര്യമില്ല. ഞാൻ സ്വന്തക്കാരെ മാത്രമേ കൊല്ലാറുള്ളൂ. അതൊക്കെടോ. ചേട്ടോ, വാ വാ. മോനെ, കുടിക്കാൻ കാപ്പിയോ ചായയോ എല്ലാം വേണോ? ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഉണ്ടോ? പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താ മോനെ. നമുക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അവിടെ വരെ പോവാം. അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റത്തില്ല. അവന്മാർ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകണം. ഈ കാപ്പി അങ്ങ് കുടിക്കും മോനെ. ഈ സ്നേഹം അന്ന് കോടതി വന്നപ്പോൾ കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കിടക്കണം. അതിന് തന്നെ ഈ മുറിയിലോട്ട് കിടക്കാം. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നിടം വരെ
തനിക്ക് ആയുസ് നീട്ടി കിട്ടിയിരിക്കുന്നു. ഇനി അതല്ല, കൂടുതൽ ആയുസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കണം. ഇതുവരെ ഉറങ്ങിയില്ലേ? താനെന്തിനാ എങ്ങനെ കിടന്ന് ഉരുകുന്നേ? അവരിപ്പോൾ ഉള്ള കഞ്ഞി കുടിച്ച് കയറി കിടന്നു കാണും. നമുക്ക് രാവിലെ അവിടെ വരെ ഒന്ന് പോയാലോ? എനിക്കൊന്നും വയ്യ. അല്ലെങ്കിൽ ഞാനെന്തിനാ വരുന്നേ? നിങ്ങളുടെ പാർട്ടിക്കാരെ വല്ലതും വിളിച്ചോണ്ട് പോയാൽ മതി. അങ്ങേർക്കാണെങ്കിൽ ഈ മണ്ഡലത്തിൽ നിന്നല്ല അടുത്ത മണ്ഡലത്തിൽ പോലും റൂട്ടില്ല. പോരാത്തതിന് അയാൾ ഒരു പട്ടിണിപ്പാവും. അങ്ങനെയുള്ളവരുടെ കാര്യത്തിലൊന്നും പാർട്ടിക്ക് വലിയ താല്പര്യമില്ലടൂ. പാർട്ടിക്കില്ലാത്ത സൂക്കേട് പാർട്ടിക്കാരെന്തിനോടും? വല്ലവനും ഇടി വഴി തടിയിടാക്കാൻ ഞാനില്ല. നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. എടാ ബിജു, ബിജു, അവനെന്നെ മുറുമുറുത്തോണ്ട് പോയത്? നിങ്ങൾ വല്ല ഇടാൻ കൂടെ ഒപ്പിച്ചോ? ഒന്നുമില്ലടി. എടാ സ്റ്റീഫൻ ചേട്ടാ, കുന്നേരം ഏതോ പൊട്ടക്കലിൽ ആരോ മരിച്ചു കിടക്കുന്നു. ഒരു വണ്ടി പോലീസ് അങ്ങ് പോയിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. വാ, വേഗം വേഷം മാറിയിട്ട് വാ. നിർത്ത് നിർത്ത്. ആരാ പോയി നോക്കിയോ? ഒരു പിടിയില്ല. ഏതായാലും ഈ നാട്ടുകാരും അല്ല. വണ്ടി പെട്ടെന്ന് പത്മനാഭചേട്ടൻ്റെ വീട്ടിലേക്ക് വിട്ടേ. പുള്ളിയല്ലെന്ന് ഉറപ്പായില്ലേ? പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നത്? പുള്ളിയല്ലെന്ന് ഉറപ്പായി. കാരണം പുള്ളിയെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളിയുടെ മകനെ ആർക്കും അറിയത്തില്ലല്ലോ. ഇത് പൂട്ടി കിടക്കുക. നമുക്ക് കിണറ്റിലാരാണെന്ന് നോക്കിയാലോ? പത്മനാഭൻ ചേട്ടനെ കണ്ടോ? രാവിലെ ഒരു ഓട്ടോയിൽ കയറി പോകുന്ന കണ്ടായിരുന്നു. ഒറ്റയ്ക്കാണോ പോയത്? കൂടെ ഒരാളുണ്ടായിരുന്നു.
പക്ഷേ ആരാന്ന് അറിയത്തില്ല. എടാ, നീ ഇപ്പൊ തന്നെ എന്നെ കൊല്ലണം. എനിക്ക് ഈ നരകത്തിൽ ഇനി ഒരു നിമിഷം ജീവിക്കണ്ട. നാട്ടുകാർ പറയുന്ന പോലെ അപ്പനെ കൊല്ലാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാലം കാത്തിരിക്കണമായിരുന്നോ? എനിക്ക് നേരത്തെ ആകാൻ മേലായിരുന്നോ? നാട്ടുകാര് വെറുതെ പറയുന്നതാണോ? നീ തന്നെയല്ലേ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്? ശരിയാ, കൊല്ലൂന്ന് ഞാൻ പറഞ്ഞു. അന്നെന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ 2 പേരെ കൊന്നു, എൻ്റെ അമ്മയെയും സഹോദരിയെയും. സത്യത്തിൽ അതിൽ ഒരാളെ മാത്രമാണ് ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത്, അതും എൻ്റെ അപ്പന് വേണ്ടി. നിർഭാഗ്യം വന്നുകൊണ്ട് മാത്രം ഞാൻ വെച്ച കണിയിൽ 2ാമതൊരാൾ കൂടി കടന്നു വന്നു. ഞാൻ ആർക്കു വേണ്ടി ചെയ്തോ അയാളും എനിക്കെതിരായി. മോനെ, അന്ന് നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വന്നേനെ. എന്നാലും ആ കിണറ്റിൽ കിടക്കുന്നത് ആരായിരിക്കും? ഹലോ, ആരാ വിളിച്ചത്? ആ സുരേന്ദ്രൻ്റെ ഭാര്യയാ. സുരേന്ദ്രൻ്റെ പേപ്പട്ടി കടിച്ചത് വലിയ വിഷയമായിരിക്കുക. ആശുപത്രി കൊണ്ടുപോകാൻ സഹായിക്കാവോ എന്ന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്താണോ? അയാൾ നിങ്ങളെ എന്തിനാ ഉപദ്രവിച്ചാ? പോരാത്തിന് നിങ്ങൾ എതിർ പാർട്ടിക്കാരൻ. അതൊക്കെ പണ്ടല്ലേ. വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ചത്തി കിടക്കുന്ന ആരാണ് നോക്കണ്ടേ? ആദ്യം നമുക്ക് ചുറ്റും ജീവിക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കാം.